നമുക്ക് പട്ടായയിൽ വന്നതല്ലേ, എന്തായാലും പട്ടായയിലെ കുറച്ച് ഫുഡിൻ്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, വാ കാണിച്ചു തരാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പട്ടായയിൽ വന്നിട്ട് ഈ ഒരു ഫുഡ് മാർക്കറ്റ്, അതായത് നൈറ്റ് മാർക്കറ്റ്, ഫുഡ് കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. ഇവിടെയുള്ള കുറേ ഫുഡിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ഇവിടെ ഈ ഫുഡ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക്, നൈറ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ കണ്ടോ ക്രൊക്കോഡൈൽ, നമ്മുടെ പാവം മുതലേനെ, ചെറിയ മുതലക്കുട്ടിയാണെന്ന് തോന്നുന്നു, അത് അതിൻ്റെ മുകളിൽ നരകത്തിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നു. ഛേ, എന്തൊരു പാവം അത്. കുറേ തലകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഇതൊക്കെ എവിടുന്ന് പിടിച്ചോണ്ട് വരുന്നു? ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ തായ്ലൻഡിൽ. പിന്നെ എന്താ പ്രശ്നം? എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്? ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. ഹിറ്റോച്ചി അത് അവിടെ മുമ്പിൽ ഇങ്ങനെ പോവാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ദുരിയാൻ വെച്ചിരിക്കുന്നുണ്ടോ, എന്നെ നോക്കി ചിരിക്കുകയാണ്. ചെറുതാണല്ലോ ഇത്. ലോ ക്വാളിറ്റി, എക്സ്പോർട്ട് ക്വാളിറ്റി ഒന്നുമല്ല, പക്ഷെ എന്നാലും നല്ല മോശമില്ലാത്ത വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. റംബൂട്ടാനുണ്ട്, പിന്നെ വാട്ടർമെലൺ, ജാക്ക് ഫ്രൂട്ട്, അങ്ങനെ കുറേ അധികം ഫ്രൂട്ടുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, റെഡി ടു ഈറ്റ്. നമ്മുടെ മെയിൻ താരം അവിടെ ഇരിക്കുന്നുണ്ട്, മാംഗോസ്റ്റിൻ. ഈ പ്രാവശ്യം തീരെ വില കുറഞ്ഞ ഒരു സാധനമാണ് അത്. 1 കിലോയ്ക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് 10 ബാത്താണ് ഇപ്പോൾ കിട്ടുന്നത്. മുമ്പ് 35 ബാത്ത് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. അതും കുറച്ച് എക്സ്പോർട്ട് ക്വാളിറ്റി അല്ലാത്ത, അതായത് 2-3 ക്വാളിറ്റി ഉണ്ട്. 1-2 അല്ലാത്ത മൂന്നാമത്തെ ക്വാളിറ്റിക്കൊക്കെ 6 ബാത്തൊക്കെയാണ് കിട്ടുന്നത്. റോസ്റ്റ് ചിക്കൻ, അയ്യോ, നരകത്തിലൊക്കെ പോയി. അതിനെ അതാ ഒരു കുന്തം കുത്തി കയറ്റിയിട്ട് നരകത്തിലിട്ട് ചുട്ട് എന്ത് പാവം ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ? ഒരു പാവം ചെയ്യാത്ത ഈ കോഴിനെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പാവം ചെയ്യുന്ന നമ്മളെല്ലാം കാര്യം. കോഴി പല ഐറ്റംസും ഉണ്ട്. ഹിറ്റോച്ചി ഫുഡ് ഹണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ മുമ്പത്തെ ഒരു വീഡിയോയിൽ, എന്തെങ്കിലും വാങ്ങി അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇരുന്നോളൂ സമാധാനമായിട്ട്. എന്നെ വീഡിയോ എടുക്കാൻ അനുവദിക്കും. കുറേ സമയമായി ഇതിൻ്റെ ഉള്ളിൽ കറങ്ങുന്നത്. ഇപ്പോൾ എന്തോ ചിക്കനാണെന്ന് തോന്നുന്നു വാങ്ങുന്നത്. ഇതുണ്ടോ, ടൂറിസ്റ്റ് വളരെ കുറവ്. ഒരു മരതകവും ഒരു മാണിക്യവും മുന്നിൽ നടന്നു പോകുന്നതാണെന്നുണ്ടോ? അങ്ങനത്തെ കാഴ്ചകളൊക്കെ പട്ടായയിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ചെറിയൊരു മോളിതാ, മോൾ തന്നെയല്ല, ചെറിയ നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ മരതകത്തിൻ്റെയും മാണിക്യത്തിൻ്റെയും പിന്നിൽ നമ്മളും ഇങ്ങനെ ക്യാമറയും കൊണ്ട് പോയി നോക്കാം. അതാരാണ് ഒന്നും മനസ്സിലായില്ല. ഫ്രൂട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ അവർ പോകുന്ന വഴിക്ക് തന്നെ പോകണോ, അതോ നമ്മൾ നേരെ പോകണോ? അവർ പോകുന്ന വഴിക്ക് പോയാലോ? ക്ലബ് ഇമ്പാക്റ്റ്. ഇത് ഒരു വലിയൊരു ഗ്രൗണ്ട് പോലെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഫുഡ് മാർക്കറ്റ്, ഈ ഫുഡ് കോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, നൈറ്റ് മാർക്കറ്റ്. മരതകവും മാണിക്യവും. അവിടെ ഒരു പട്ടിക്കുട്ടീൻ്റെ അടുത്ത്, പട്ടിയാണോ പൂച്ചയാണോ എന്തോ കളിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ നാട്ടിലൊന്നും ഇല്ലേ? പക്ഷെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനോടൊക്കെ. ഇതെന്താണ്? മീൻ അങ്ങനെ തന്നെ ചുട്ടെടുക്കുക. പ്രോൺസ് ചുട്ട് വെച്ചിരിക്കുന്നു. കൂന്തൽ ഒരു കോല് കുത്തി വെച്ചിരിക്കുന്നു. ഓയിസ്റ്റർ ഉണ്ട്, ഷെല്ലുണ്ട്, കല്ലുമ്മക്കായുണ്ട്. ഇതെന്തിനാണ് ഈ ഫാൻ എന്നറിയാലോ അല്ലേ? ഈച്ചേനെ ആട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവർ പോയില്ലേ? പിന്നെ എൻ്റെ മുമ്പിൽ കറങ്ങി കളിക്കുന്നു. ഞാൻ അവരുടെ അടുത്ത് കറങ്ങുകയാണോ അതോ എന്നെ അവർ കറക്കുകയാണോ? എന്തെങ്കിലും ആവട്ടെ. വണ്ടിയിൽ എന്തൊക്കെയോ വിൽക്കുന്നുണ്ട്. ഇതെന്താണ് സാധനം? എന്തൊക്കെയോ ഉണ്ട്, പേരറിയാത്ത, ജാതി അറിയാത്ത എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെയൊന്നുമല്ല സാധാരണ. നിങ്ങൾ പഴയ ഏതെങ്കിലും നൈറ്റ് മാർക്കറ്റിൻ്റെ പട്ടായയിലെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണിത്. നടക്കാൻ പറ്റില്ല. ഈ കസേരകളൊക്കെ, ഒരു സീറ്റ് കിട്ടാൻ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സമയമുണ്ട്. ജാക്ക് ഡാനിയൽ, ഹോങ്കോങ്,
ഒക്കെ അവിടെ നിന്ന് നോക്കി ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലോ സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഈ ഫ്രഷ് ജ്യൂസ് നിങ്ങൾ എന്തായാലും വന്ന് വാങ്ങി കഴിക്കണേ. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇളനീരുണ്ട്, ഇളനീരിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. 60 ബാത്തൊക്കെയാണ് വാങ്ങുന്നത് ഇവർ. 60 ബാത്ത് എന്ന് പറഞ്ഞാൽ എത്ര പൈസയാണ് ഇവർ ഇളനീര്. അത് ഡീസൻറ്റ് കണ്ടോ, കാലിയായിട്ട് കിടക്കുന്നത് കസേരയൊക്കെ. ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവേണ്ടത് ശരിക്കും ഈ നൈറ്റ് മാർക്കറ്റ്. പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ടൂറിസ്റ്റുകളെല്ലാം സ്പ്രെഡായി പോവല്ലേ പല സ്ഥലങ്ങളിലും. എത്ര ഐലൻഡ് ഉണ്ട് ഇവിടെ തന്നെ, പല ഐലൻഡുകളിലും പല സ്ഥലങ്ങളിലും. ഈ പട്ടായ മാത്രമല്ലല്ലോ, ഇവിടെ തന്നെ ഈ പട്ടായയിൽ തന്നെ എത്ര സ്ട്രീറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. എന്നാലും ടൂറിസ്റ്റുകൾ എത്ര വരുന്നുണ്ട് ഇവിടെ. ഞാൻ കറങ്ങി വീണ്ടും ഈ ക്രൊക്കോഡൈലിൻ്റെ അടുത്ത് തന്നെ എത്തിയല്ലോ. മുതല ഇറച്ചി ഏകദേശം തീരാനായി. ഒരു 2 സ്ഥലത്തുണ്ട്. നമ്മൾ ആദ്യം കണ്ടതും ഇതും വേറെയാണെന്ന് തോന്നുന്നു. ഇതിനുള്ളിൽ കറങ്ങി നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വന്നിടത്തേക്ക് തന്നെ എത്താം. എതിലെ പോയാലും ഫ്രഷ് ജ്യൂസ് ഇതുണ്ട്. ഇതെത്രയാ മെനു? ഷോ, ഇതെന്താ മെനുവിൻ്റെ ബസ് സ്റ്റാൻഡോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇതുണ്ടോ, ഇതിനൊക്കെ കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ടിരിക്കുക. കസ്റ്റമർ വന്നാൽ എടുത്ത് കൊല്ലും. ഈ സ്ക്വിഡിൻ്റെ ഒക്കെ വലുപ്പം നോക്ക്, എന്ത് വലുപ്പമാണ്. ലോബ്സ്റ്റർ അവിടെ ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കുന്നു. ഞണ്ട്, കല്ലുമക്കായൊക്കെ നമ്മുടെ നാട്ടിനേക്കാളും നല്ല മീറ്റ് ഇവിടെ കൂടുതലായിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ കല്ലുമക്കായ മീറ്റ് ഇല്ല എന്നല്ല, പക്ഷേ ഇവിടുത്തെ കല്ലുമക്കായിൽ കൂടുതൽ വലിയ മീറ്റ് ഉണ്ടാവും. വെതറിൻ്റെ ആയിരിക്കും. ചില്ലിൻ്റെ കൂട്ടിലെല്ലാം മീനുകൾ. ഈ സ്ത്രീ എന്താ ഉണ്ടാക്കുന്നത്? മർത്തബാക്ക് സ്വീറ്റ്, ന്യൂട്ടല്ല. ആ കല്ലിൽ കിടന്നിട്ട് അതിങ്ങനെ ക്രിസ്പി ആവില്ല, എന്നാൽ കുറച്ചൊരു ക്രിസ്പി ആയിരിക്കും ചെയ്യും. പക്ഷെ നല്ല രസമാണ്, ടേസ്റ്റാണ് കഴിക്കുക. പക്ഷേ എനിക്ക് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. ഇതിൻ്റെ തന്നെ മീറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇന്തോനേഷ്യയിലാണ്, തായ്ലാൻഡിനേക്കാളും. അവർ മർത്തബാക്ക് ഉണ്ടാക്കാൻ നല്ല വിദഗ്ധരാണ്. ഇനി എന്താണ്, ഇനി ഇഷ്ടം പോലെ ഉണ്ട് നടക്കാൻ. എത്ര നടന്നാലും ഇവിടെ ഹിറ്റോച്ചി എന്താണ് ചെയ്യുന്നത് എല്ലാം നോക്കി വളരെ വിദഗ്ധമായിട്ടാണ് അദ്ദേഹം ഓരോ സാധനങ്ങൾ വാങ്ങി കഴിക്കുക. 1-2 പ്രാവശ്യമൊക്കെ പോയി നോക്കും, വൃത്തിയുണ്ടോയെന്നൊക്കെ നോക്കും. ചില സമയത്ത് ഒരു വൃത്തിയില്ലാത്ത സാധനം വാങ്ങി കഴിക്കുകയും ചെയ്യും. ഫ്ലൈറ്റിൻ്റെ അടിയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നത്. ഈ ഫുഡ് കോർട്ടിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഫ്ലൈറ്റ് ഉണ്ട്. ഇതുണ്ടോ, ഇത് ഈ പോക്കിൻ്റെ സൂപ്പാണ് ഇവരുണ്ടാക്കുന്നത്. പല വിധത്തിലുള്ള സൂപ്പുകളും. അതുണ്ടാക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. ഞാൻ കുറേ നേരം നോക്കി നിന്നു. 2-3 പ്രാവശ്യം അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും വേണോ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ മുഖത്ത് ചെറിയ ഭാവ വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് മെല്ലെ അങ്ങ് പോയി. കാരണം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു, പക്ഷേ അവർ വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അത് ആരും കസ്റ്റമർ വന്നുമില്ല അതിന് വേണ്ടിയിട്ട്. അതുണ്ടാക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. അല്ലാണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന പല സൂപ്പുകളും കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ പോർക്കായതുകൊണ്ട് കഴിച്ചവർക്കറിയായിരിക്കും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തായാലും ഇത് ആട്ടിൻ്റെ സൂപ്പായിട്ടാണെങ്കിൽ ഞാൻ ഇപ്പോൾ വാങ്ങി കഴിച്ചേന്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? തായ്ലൻഡിൽ വന്ന ആൾക്കാർ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ റോഡ് സൈഡിൽ ആടിൻ്റെ മീറ്റ് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് സൂപ്പോ അല്ലെങ്കിൽ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കിട്ടും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. അതും എല്ലാ സ്ഥലത്തൊന്നും കിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഇവർ ഈ നമ്മുടെ ഗോട്ട് മീറ്റ്, അതായത് ആട്ടിറച്ചി വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. മെയിനായിട്ട് ഇവരുടെ ഫുഡ് ഇതാണ്, പോക്ക്, പിന്നെ ചിക്കനും. ഫ്ലൈറ്റിൻ്റെ അടിയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നത്. എയർ ഏഷ്യൻ്റെ ഫ്ലൈറ്റ് പോലെ ഉണ്ട് പെയിൻ്റൊക്കെ കണ്ടിട്ട്. ഇതെങ്ങനെയായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഒറിജിനൽ ഫ്ലൈറ്റാണ് ഇത്. ഈ സ്ത്രീ എന്താ ഉണ്ടാക്കുന്നത്?
എല്ലാം റെഡി ടു ഈറ്റ് കുക്ക്ഡാ. വാങ്ങുക, അങ്ങനെ തന്നെ വാങ്ങുക. ചോറ് റൈസ് ഉണ്ട് അവിടെ ആ ബക്കറ്റിനകത്ത്, അവൾ മൂടി വെക്കുന്നുണ്ടോ അത് റൈസാണ്. എന്തൊരു സന്തോഷം നോക്കും മുഖത്ത് അല്ലേ. എല്ലാവരുടെ മുഖത്തും സന്തോഷം ഇങ്ങനെ ഉണ്ടായിരിക്കണം. പ്രയാസമാണ്, എന്നാലും പലരും സന്തോഷിക്കും. ഇതുണ്ടോ ജാക്ക് ഡാനിയൽ ബ്ലെൻഡ്, ജോണി വാക്കർ. ലോങ് ഐലൻഡ്, സെക്സ് ഓൺ ദ ബീച്ച്, ബ്ലഡി മേരി എന്നൊക്കെ പറയുന്ന ഒരുപാട് കോക്ടെയിൽസൊക്കെ നിങ്ങൾക്ക് അവിടെ വാങ്ങി കഴിക്കാൻ പറ്റും. അവളുടെ ചിരി കണ്ടോ, ആഹാ, ഒരു 1.5 പവൻ കൊടുക്കാം. ഫ്ലൈറ്റിൻ്റെ അടിയിൽ ചെയറൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുക, ടേബിളൊക്കെ. ഇതിൻ്റെ ടയറുണ്ടല്ലോ, ഞാൻ തൊട്ട് നോക്കിയതാ, ഭയങ്കര പാറക്കല്ല് പോലെ ഉണ്ട്, ഭയങ്കര സ്ട്രോങ് ആണ്. അതിൻ്റെ ഷോക്ക് ആബ്സറൊക്കെ കണ്ടോ, എന്ത് സ്ട്രോങ് ആയിരിക്കും അതൊക്കെ അല്ലേ. കാരണം അത്രയും ഹൈറ്റിൽ നിന്ന് വന്ന് താഴെ വന്ന് നിൽക്കുമ്പോൾ അത്രയും സ്ട്രോങ് അല്ലെങ്കിൽ ഒടിഞ്ഞു പോവില്ലേ. ഇതിൻ്റെ അകത്ത് ഉള്ളിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഹിറ്റോച്ചി കറങ്ങി ഇത് എന്തൊക്കെയോ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പം ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കും. ഇവിടെ ഈ പെണ്ണ് ഈ ഗ്ലാസ്സിനകത്ത് നമ്മൾ കാണുന്ന ഈ ഫ്രൂട്ട്സ് ഇല്ലേ, ഇത് നമ്മൾ ഏതാണോ വേണ്ടത് അത് കാണിച്ചു കൊടുത്താൽ അപ്പം അവളെ മെഷീനിലിട്ടിട്ട് അടിച്ച് മിക്സ് ചെയ്ത് സ്മൂത്തിന്നോ ജ്യൂസെന്നോ എന്ത് വേണമെങ്കിലും പേരിട്ടിട്ട് തരും. പക്ഷേ നല്ല ഫ്രഷ്. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഫ്രഷായിട്ടുള്ള ജ്യൂസ് കഴിക്കാൻ പറ്റും. ഫ്രൂട്ടും വെജിറ്റബിൾസും മീനും. വാട്ടർ മെലണൊക്കെ നോക്ക്, ആഹാ. ഇവിടെ എന്താണ്, മീൻ തന്നെ. ഈ മീനെല്ലാം ഡിപ്പാച്ചറായിട്ട് കുറേ ദിവസമായി ഒന്നും വിചാരിക്കണ്ട. ഇന്ന് രാവിലെ ഡിപ്പാച്ചറായി, ഇപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ അരൈവലായതാ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ രാത്രി ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇതൊക്കെ തീരും. പിന്നെ ഇതൊക്കെ തീർന്നില്ല പ്രശ്നമില്ല, അതൊക്കെ ജീവനുള്ള മീനുകളാണ്. പക്ഷെ മീനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഫ്രഷ് ആണോ അല്ലയോ എന്നുള്ളത്. ഇതുണ്ടോ, ഈ പ്രോൺസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ, കാണുമ്പോൾ തന്നെ എത്ര ഫ്രഷാണെന്നുള്ളത്. ഇതിനൊക്കെ ഇനി ഓരോ കസ്റ്റമർ വരുമ്പോൾ പിടിച്ചു കൊല്ലു, പാവങ്ങൾ. മെനു ഒക്കെ കാണാൻ, പിക്ചേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ചില സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വായിൽ വെക്കാൻ പറ്റില്ല. 100 ബാത്താണ് പ്രോൺസിൻ്റെ ആ ബോക്സിന് അകത്തുള്ള ആ പ്രോൺസിന്. ഇതിന് 150. ബിസിനസ് കുറവാണ്, കാരണം ടൂറിസ്റ്റ് ഇല്ലല്ലോ. കടൽ പാസി എന്ന് പറയുന്ന സാധനമാണ് ആ പച്ച കളറിലിരിക്കുന്നത്. കടലിൻ്റെ അടിയിലുള്ള ഒരു പായലാണ്, അതൊരു പൂപ്പാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ജാപ്പാനീസാണ് കൂടുതൽ കഴിക്കുന്നത് അത്, പിന്നെ ചൈനക്കാരും കഴിക്കും. നമ്മുടെ നാട്ടിലെ പാടത്തും പറമ്പത്തൊക്കെ ഉള്ള എല്ലാ പാറ്റേനെയും ഇവർ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ ഉണ്ടോ ഇൻസെക്ട്സ്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ പാറ്റകളും കൂറകളും ഇത് കണ്ടില്ലേ. പക്ഷേ ഇതിനൊക്കെ ആൾക്കാർ പൈസ കൊടുത്തിട്ട് വാങ്ങി കഴിക്കുന്നത്. നമുക്കിത് ഫ്രീ കാണാൻ പോലും വെറുക്കുന്നവർ ഇതിന് പൈസ കൊടുത്തിട്ട് വാങ്ങി കഴിക്കും. തേള് കണ്ടോ, സ്കോർപ്പിയൻ 120 ബാത്താണ് ഒരെണ്ണത്തിന്. കൂറ നമ്മൾ മറ്റേ കോക്രോച്ച് കില്ലറൊക്കെ വാങ്ങിയിട്ട് കിച്ചണിലൊക്കെ അടിച്ച് കൊല്ലൂലേ, ആ സാധനം. അത് കാണുമ്പോൾ തന്നെ അറപ്പ് പോകുന്ന സാധനം. എങ്ങനെയാണ് ഇവർ ഇതിനൊക്കെ കഴിക്കുന്നത്? യൂറോപ്യൻസാണ് കൂടുതലും വന്ന് കഴിക്കുന്നത്. ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയും റീൽസ് എടുക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ വരും. എന്നിട്ട് അവരിത് കഴിക്കും റീച്ചാകാൻ വേണ്ടിയിട്ട്. ആ റീൽസൊക്കെ നല്ല റീച്ച് ഓടുകയും ചെയ്യും. ചിക്കൻ്റെ ആണ് ഇതൊക്കെ. സോസേജ്. ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഇതുവരെ ബീഫ് കണ്ടിട്ടില്ല. ചിക്കനും പോർക്കും തന്നെ കാണുന്നത്. ഈ വെജിറ്റബിൾസൊക്കെ, ആ ലോങ് ബീൻസൊക്കെ പച്ചക്ക് കഴിക്കാനുള്ളതാണ്. പപ്പായ സലാഡ് ഉണ്ടാക്കാനുള്ളത്. അതുകൊണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പപ്പായ സലാഡ് ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. അതിൽ ഇവർ ഒരു ഫിഷ് ഓയിൽ ഉപയോഗിക്കും. അത് കഴിക്കരുത്, അത് നമുക്ക് ടേസ്റ്റ്. ഫിഷ് ഓയിൽ വേണ്ടാന്ന് പറഞ്ഞാൽ മതി, എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കോഴിയുടെ വിരലുകളാണ് അത്, കണ്ടോ, നല്ല കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി അത്. പക്ഷേ നല്ല വൃത്തിയുള്ളത് ഇവിടെ മാർക്കറ്റിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. നല്ല വൃത്തി തന്നെയാണ് സാധനം വരുന്നത്. അതിൻ്റെ സൂപ്പ് ഭയങ്കര ടേസ്റ്റാണ്. ഇറ്റോച്ചി അടുത്ത ഹണ്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഈച്ചേനാട്ടുന്ന മെഷീൻ കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ എന്തായിരിക്കും അവൾക്ക് എന്നെ പിടിച്ചില്ലേ, എന്നെ നോക്കിയിട്ടും. ചിലപ്പോൾ എൻ്റെ ക്യാമറ കണ്ടതുകൊണ്ടായിരിക്കും. ഒരു വലിയൊരു ലോബ്സ്റ്റർ
അതിലിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. 200 ബാത്താണ് ഇതിൻ്റെ പ്ലേറ്റിന് വില. ഇതിനെന്തിനാ പിന്നെ ഈ ഓക്സിജൻ കൊടുക്കുന്നത്? കൊല്ലാൻ കൊണ്ടുപോകുന്നല്ലേ. ഇത്ര ഫുഡുകൾ, എന്തൊക്കെ ഫുഡുകളാണ് ഇതൊക്കെ! ഏതൊക്കെ ഐറ്റം, എന്തൊക്കെ വെറൈറ്റി ആയിട്ട് വരും. ലോബ്സ്റ്ററാണ് ഇവിടെ താരം. ചില ലോബ്സ്റ്ററിനെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ? ഒരുപാട് കളേഴ്സ് ആയിരിക്കും. ഈ മീനിനെ എങ്ങനെയാണ് ചുടുന്നതെന്ന് അറിയോ? കല്ലുപ്പില്ലേ, കല്ലുപ്പിൽ നല്ല കല്ലുപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും, വേറെ ഒന്നും ഇടില്ല. എന്നിട്ട് അതിനെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കും. ടേബിളിലെത്തുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ സാലഡും കുറച്ച് സോസൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയാണ് കഴിക്കേണ്ടത് മീൻ. അതിൻ്റെ വൈറ്റമിൻസൊക്കെ അതിലുണ്ടാവുകയും ചെയ്യും. അത് കൂടാണ്ട് ഈ മീനിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയണമെങ്കിൽ മീൻ അങ്ങനെ കഴിക്കണം. ജസ്റ്റ് ഉപ്പിട്ടിട്ട് ചുട്ടെടുക്കുക. ഇതാണ് പന്നിമുട്ട് മോനെ. ഒരു മുട്ട് 3 കിലോ 4 കിലോ ഒക്കെ ഉണ്ടാവും ചില മുട്ടുകൾ. അതുണ്ടോ ദൂരെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടം വരെ, അറ്റം വരെ കാണാൻ പറ്റും. ഒരു മുത്തുമണി ഇതെവിടെ, അത് വേറൊരു മരത്തകം പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്ത് ചിരിയല്ലേ! ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തല കറങ്ങും. തായ്ലൻഡിൻ്റെ ലോക്കൽ സാധനങ്ങളാണത്. സ്ക്വിഡിനെ ഇതാ ചുട്ട് വെച്ചിരിക്കുന്നു. 100 ബാത്ത് 200 ബാത്ത്. പൊട്ടെ ഇവിടെ എന്താ ഉള്ളത്? ഇവരുടെ ഈ കൗണ്ടറിൻ്റെ പുറത്ത് വിനീഗറിൽ ഒരു ചില്ലി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. ഭയങ്കര ടേസ്റ്റാണ് അത്. എപ്പോഴെങ്കിലും വരുമ്പോൾ, ആരെങ്കിലും വരുമ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റായിരിക്കും. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത്രയും ആൾക്കാർ ഇവിടെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലോ എന്ത് വൃത്തിയാണെന്ന് നോക്ക്. ഫ്ലോറൊക്കെ നോക്കൂ, നല്ല വൃത്തിയില്ലേ? നമ്മളെ നാട്ടിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഒരു ഫുഡ് കോർട്ട് ഓപ്പൺ ഏരിയയിലുണ്ടെങ്കിൽ? അതാണ് വ്യത്യാസം. അയാൾ എന്നെ എനിക്കൊരു ചിരി വെറുതെ തന്നു. ചിരിക്കാൻ ചില ആൾക്കാർക്ക് വലിയ മടിയാണ്. ഒരു ചിരി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പകരം തിരിച്ചിങ്ങോട്ടൊരു ചിരി കിട്ടൂലേ? അത് മനസ്സിലാക്കണ്ടേ? എന്തോ ചിലരങ്ങനെയാണ്, ചിലവരങ്ങനെയായിരിക്കും, ചിലവരിങ്ങനെയായിരിക്കും. ഇവിടെ ഒരു കൗണ്ടർ കാലിയാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ തമാശ പറയല്ല, കാര്യമായിട്ട് പറയാണ്. ഇതെന്താ അറിയോ? ഇത് കോണില്ലേ, ആ കൊട്ടയിൽ അടിയിൽ വെള്ളം ബോയിലായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ആ ബോയിൽ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, ഇതിനുള്ളിൽ ഒരു ഇന്ത്യൻ സ്റ്റാള്. ഇത് റിബാണ്, പോർക്ക് റിബ്. 250 മുതൽ 700 ബാത്ത് വരെ ഈ റിബിന് വിലയുണ്ട് ഇവിടെ. ചെറുതെടുക്കുകയാണെങ്കിൽ 250 ബാത്തിലാണ് സ്റ്റാർട്ടിങ്. 700 ബാത്ത് വരെ ഉണ്ട്. അത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ചെറിയൊരു സ്റ്റാള്. അതായത് ദോശ, മസാല ദോശ. പിന്നെയും കറങ്ങി ഞാൻ ഇവിടെ എത്തിയോ? ഈ മീറ്റ് ഇനിയും തീർന്നില്ലേ? ആൾക്കാർ കുറച്ചേ വാങ്ങുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇവൻ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അരിഞ്ഞ് തരും. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുട്ട് തരും. അതാണ് സംഭവം. ക്രൊക്കോഡൈലിന് ഇത്രയധികം മീറ്റ് ഉണ്ടോ? ഞാൻ വിചാരിച്ചത് കൂടുതലും. പക്ഷെ അതിൻ്റെ ആ ബോൺ ഉണ്ടല്ലോ, ഭയങ്കര സ്ട്രോങ്ങാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ സ്റ്റാൾ, ഒരു മസാല ദോശ, നെയ്റോസ്റ്റൊക്കെ ഉള്ള ഒരു ഇതേപോലത്തെ ഒരു സ്റ്റാൾ ഇടുകയാണെങ്കിൽ ചായ, കോഫി ഭയങ്കര സൂപ്പറായിട്ട് ഓടും. സൂപ്പർ, ഞാൻ ഗ്യാരണ്ടി. ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് ചെയ്തോ. അതിനുള്ള സൗകര്യം എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ചെയ്തുതരാം. സൗകര്യം മീൻസ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, പേപ്പർ വർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ. ഇവർക്കൊന്നും കച്ചവടം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതെന്താണ് സംഭവം? ഇവനാണ് പൊട്ടാറ്റോയിൽ വിദഗ്ധൻ. പൊട്ടാറ്റോനെ കൊണ്ട് പല സാധനങ്ങളും അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ തന്നെ കഴിച്ച് തീർക്കുകയാണ്, ആരും ഇല്ല വാങ്ങാൻ, പാവം. ഫ്രഷ് ജ്യൂസ് അതാ തൊട്ടടുത്ത്. അത് നിങ്ങൾ വാങ്ങി കഴിച്ചോ, 100% ഞാൻ ഗ്യാരണ്ടി. അതിൽ വെള്ളം ചേർക്കില്ല. ഒറിജിനൽ ഫ്രൂട്ടിൻ്റെ സത്താണത്. ഇങ്ങനെ നടന്ന് തളരുമ്പോൾ ഇതായി കൂൾ ഡ്രിങ്ക്സൊക്കെ വാങ്ങി കഴിക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നടക്കുക. ഇങ്ങനെ ലിയോൻ്റെ കൗണ്ടറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ അതൊക്കെ വാങ്ങി കഴിക്കുക, കുടിക്കുക, എന്നിട്ട് വീണ്ടും നടക്കുക. കാഴ്ചകൾ കാണാം. ഇന്ത്യക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. ഇത് കണ്ടോ? ഇതാണ് മോനെ വെള്ളിമൂങ്ങ. നമ്മളെ നാട്ടിൽ എന്താ കോടികൾ പറ്റിക്കുന്ന സാധനമില്ലേ, വെള്ളിമൂങ്ങ. പക്ഷേ ഇത് വെള്ളിമൂങ്ങയല്ല, മൂങ്ങയാണ്. പക്ഷേ ഈ മൂങ്ങക്കും എന്തോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? വലിയൊരു മൂങ്ങ അത് അപ്പുറം ഇരിക്കുന്നു.
ഈ മൂങ്ങേൻ്റെ റിലേറ്റീവ് ആണോ അതല്ല, രണ്ടും വേറെ വേറെ ബ്രീഡാണ്. ഇതൊരു പാവം ക്യൂട്ട് മൂങ്ങ അല്ലേ? അത് നോക്ക് കണ്ണ്, ആഹാ ചെറിയൊരു മൂങ്ങ. ഇവളാണ് ഓണർ. എന്നെ ഇപ്പം തള്ളി പറഞ്ഞേക്കുള്ളൂ, കാരണം ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല പൈസ കൊടുക്കാതെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാ എന്നെ തന്നെയാണ് നോക്കുന്നത്. നോട്ടം ഇട്ട് അവൾ എന്നെ കണ്ടു, പക്ഷെ ഞാൻ വീഡിയോ എടുത്തു. 60 ഭാഗത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കണ്ടോ എന്നോടാണ് പറയുന്നത് പോവല്ലേ. എല്ലാവരും എടുക്കുന്നുണ്ട് കാശ് കൊടുക്കാൻ തന്നെ. സ്നേക്കൊക്കെ ഉണ്ട് ആ കൂട്ടിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതൊക്കെ സ്നേക്കാണ്. പല വിധത്തിലുള്ള വെള്ളയും പച്ചയും നീലയൊക്കെ ആയിട്ട് പല കളറിലുള്ള സ്നേക്കൊക്കെ ഉണ്ട്. ഓരോ ആൾക്കാർ കാശുണ്ടാക്കുന്ന നോക്ക്. ഇവളിതിനൊക്കെ എവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്നാവോ? ഞാൻ വീണ്ടും ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു യാത്ര ചെയ്യാൻ തോന്നുന്നു. പക്ഷേ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ മടുപ്പാണ്. പിന്നെ ഇപ്പോൾ ആ ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ഒക്കെ ആയതിനു ശേഷം യാത്ര ചെയ്യാനൊരു പേടിയോ. എന്താ ചെയ്യുക, പൈലറ്റ്മാരൊക്കെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ. ഇതാ മോനെ വീണ്ടും ഞാൻ വന്നു. പാറ്റ. ഇതിലൊരു സാധനമുണ്ട് എനിക്ക് ഏറ്റവും അറപ്പുള്ളത് എന്താണെന്നറിയോ? അവിടെ അതാ നീളമുള്ളൊരു കോലിൽ അത് തന്നെ അവനെടുത്തു. ആ സാധനം ഇല്ലേ, കരിങ്കണ്ണി എന്നാണ് നമ്മളെ നാട്ടിൽ പറയുന്നത് ഇതിന്. പല നാട്ടിലും പല പേരായിരിക്കുമല്ലോ. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാൻ അറിയില്ല. കുറേ കാലുകളുള്ള ചുവപ്പ് കളർ, അത് കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കടച്ചിലാണ്, വേദനയാണെന്നൊക്കെ പറയുന്നത് കേട്ടെ. എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതിനെ കാണുമ്പോൾ തന്നെ ഞാൻ ദൂരേക്ക് ഓടും. എനിക്ക് ഭയങ്കര പേടിയാണ് അതിന്. പിന്നെ അതാ തേള്. ഇത് എന്ത് പുഴു, എന്തൊക്കെയോ പുഴുവിനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കറങ്ങി കറങ്ങി കൂൾ ഡ്രിങ്ക്സ്, ബീറ്. ഇവളെന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇറ്റോച്ചി എൻ്റെ മുമ്പിൽ വീണ്ടും കറങ്ങി കറങ്ങി എത്തിയാവോ? അതിൻ്റെ ഇടയ്ക്ക് പല സാധനങ്ങളും കഴിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ്. നമുക്ക് അതല്ലല്ലോ വിഷയം. നമുക്ക് വിഷയം ഇപ്പം നൈറ്റ് മാർക്കറ്റല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ നൈറ്റ് ലൈഫ്, ക്ലബ്ബും കാര്യമൊക്കെ കണ്ടു. ഇന്ന് നമുക്ക് ഫുഡും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. എപ്പോഴും ഒരേ സംഭവം കണ്ടുകൊണ്ടിരിക്കും ഒരു മടുപ്പല്ലേ. ഇനിയുണ്ട് വീഡിയോസ്. അടുത്ത വീഡിയോ നമുക്ക് വേറെ എന്തെങ്കിലും നൈറ്റ് ലൈഫിൻ്റെ തന്നെ ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ബാച്ചിലേഴ്സൊക്കെ വരികയാണ്, സോളോ ട്രിപ്പൊക്കെ ആണെങ്കിൽ 300 ഭാഗത്തിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ പട്ടായയിൽ റൂം കിട്ടും. വെറുതെ വലിയ ഹോട്ടലൊന്നും ബുക്ക് ചെയ്ത് 1000, 900, 1200 കൊടുത്തിട്ട് റൂം ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിഷ്ടം. പക്ഷേ ഷെയറിങ് ആയിരിക്കും. പക്ഷേ ലോക്കർ സംവിധാനമൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകേണ്ട അടുത്ത് പോകാൻ തിരിച്ചു തരാം. പക്ഷെ കോമൺ ടോയ്ലറ്റൊക്കെ ആയിരിക്കും. പക്ഷെ നല്ല വൃത്തിയുള്ള, എല്ലാം ക്ലീൻ ആയിരിക്കും. ഇതെന്താണ് ഈ സാധനത്തിൻ്റെ പേര്? ഈ സ്ക്വിഡിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഡൈവ് ചെയ്യുമ്പോൾ ഒക്കെ ഒരുപാടുണ്ടാവും കടലിൻ്റെ അടിയിൽ. ഞണ്ട് ചെറുതാണ്. പന്നിമുട്ട് തന്നെ ഇതാ വീണ്ടും. പന്നിമുട്ട് ഇവിടുത്തെ ഒരു താരാണ്. ഞാൻ ചില സ്ഥലത്ത് സ്ട്രീറ്റിൽ വലിയ 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 പന്നിമുട്ടുകൾ കണ്ടിട്ടുണ്ട്. അവർ അതിനെ വേവിക്കാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും അല്ലേ? ഇത്ര സമയം അതിൽ ഇങ്ങനെ കുക്ക് ചെയ്യണം. നമ്മുടെ വയനാടൻ എന്താണ് പോത്തുംകാലില്ലേ, അതുപോലെ അതുപോലത്തെ ഒരു സാധനമാണിത്. അവിടെ ദൂരെ കാണുന്നില്ലേ ജയൻ വീല്? അത് കുട്ടികൾക്ക് അവിടെ ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ, കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ എംറ്റിയാണ്. ടൂറിസ്റ്റ് ഇല്ല. കണ്ടോ, ടൂറിസ്റ്റുകളില്ലെങ്കിൽ തായ്ലൻഡിൻ്റെ കാര്യം വലിയ അബദ്ധമാണ്. ഇവിടുത്തെ എക്കണോമി എന്ന് പറയുന്നത് തന്നെ ടൂറിസം അല്ലേ. സീസണിലാണ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഇരിക്കാൻ ഒരു ചെയർ കിട്ടൂല, സത്യമായിട്ടും. ഇതിപ്പം സീസൺ അല്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ നിറയെ ആൾക്കാരുണ്ടാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കാൻ. ഇവിടെ ഒരു ആടുണ്ട്, ഞാൻ കാണിച്ചു തരാം, കുറച്ച് കഴിയട്ടെ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഇതാ വീണ്ടും റിബ്സ്, പോർക്കിൻ്റെ റിബ്സ്. ഇതിന് നല്ല വിലയാണ് അവിടെ. ഇവനിവിടെ എത്രയാണ് ഇതിന് വില ഇട്ടിരിക്കുന്നത്? 700. കിങ് സൈസിന് 800 ബാത്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ മാങ്ങ ഇല്ലേ തൂങ്ങിക്കിടക്കുന്ന, അത് ഒറിജിനല്ല, അത് ആർട്ടിഫിഷ്യലാണ്. ഈ വണ്ടിയിൽ കിടക്കുന്ന ഇതൊക്കെ ഒറിജിനൽ മാങ്ങ. ഈ പൈനാപ്പിൾ, ഇത് ലോക്കൽ പൈനാപ്പിളാണ്. 20 രൂപ വില ഇട്ട്, 20 ബാത്ത് വില ഇട്ട് വെച്ചിരിക്കുന്നില്ലേ.
ഇതൊന്നും വാങ്ങി കുടുങ്ങി പോരുത്, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഈ മാങ്ങയിൽ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ ഒരു പഴുത്ത മാങ്ങ സ്റ്റിക്കി റൈസിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് മാങ്ങ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടും കിട്ടും, അല്ലാണ്ടും കിട്ടും. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അത്. നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും, അപാര മധുരമാണ്. സ്റ്റിക്കി റൈസിൻ്റെ കൂടെ കഴിക്കാം. ഇതെന്താണ് വീണ്ടും ദുരിയാൻ ഉണ്ടോ? ഇവളൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു പണിയില്ലാണ്ട്. കസ്റ്റമർ ഇല്ല, അതാണ്, വേറൊന്നുമല്ല. അവിടെ ഇതുണ്ടോ, ഇന്ത്യക്കാരെ കാണണോ? ഇതൊക്കെ ഉണ്ടോ, ഇന്ത്യക്കാരാണിത്. കുറേ പേര് ഗ്രൂപ്പായിട്ട് വരും. കൂടുതലും വരുന്നത് ഗുജറാത്ത്, മുംബൈ, പൂനെ, അങ്ങോട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്, ഡൽഹിയിലൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. മലയാളികൾ ഫാമിലി ആയിട്ട് വന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബാച്ചിലേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. അത് കാണണമെങ്കിൽ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയാൽ മതി. അവിടുന്ന് കറങ്ങി കറങ്ങി തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുന്നുണ്ടാവും. ബാ എന്ന് പറഞ്ഞ് നോക്കിയിട്ട്. ഞാൻ ആരെയും മൈൻഡ് ചെയ്യാൻ പോകാറില്ല സത്യമായിട്ട്. എന്താ അറിയോ, നമ്മളെ കയ്യിൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവർ ഓടും, നമ്മൾ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ട്. ഈ സ്ട്രീറ്റിൽ ഇതേപോലെ കാണുന്ന കോഫി ചില ഷോപ്പുകളിൽ അപ്പാര ടേസ്റ്റാണ്. 60 ബാത്തിനൊക്കെ നല്ല കോഫി കിട്ടും. ഇവിടെ എന്താണിത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ മുൻഭാഗത്തുള്ള ഇതുണ്ടോ, ഇതിനെ ഇവിടെ എങ്ങനെയായിരിക്കും കൊണ്ടുവന്ന് വെച്ചത് ശരിക്കും? ഇവനിവിടെ കാലാകാലം ഇങ്ങനെ കിടക്കും ശരിക്കും, ഫിറോൻ്റെ ബോഡി ഉള്ളതുപോലെ. എനിക്ക് തോന്നുന്ന ഈ ഫ്ലൈറ്റിനെ ആരെങ്കിലും ശവിച്ചിട്ടുണ്ടാവും, നീ ഒരിക്കലും നശിക്കരുതടാന്ന് പറഞ്ഞിട്ട്. അതിനായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ചില്ലും കൂട്ടിലിരുന്നിട്ട് ചാങ് എന്ന് പറഞ്ഞാൽ ആന എന്നാണ് അർത്ഥം തായിൽ. പിന്നെ എല്ലാവിധ സകലവിധ കോക്ടെയിലുകളും അവിടെ കിട്ടും. ഇവരൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ജീൻസ് പാൻറ്റും ടീഷർട്ടും സാരിയൊക്കെ കൊടുത്തിട്ടാണ് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ചെറിയ ചഡ്ഡി ഇട്ടിട്ട് നടക്കും ഇവിടെ. അതാണ്. അത് കണ്ടോ, ഒരു കുന്നത്ത് സൂര്യൻ ഉദിച്ച കണ്ടോ? കൂടുതൽ എടുക്കണ്ട വീഡിയോ. ഇതുവഴി നമ്മൾ പോയിരുന്നോ? എതിലൊക്കെ പോയത് എതിലൊക്കെ വന്നതെന്ന് ഇതിനുള്ളിലും മനസ്സിലാവില്ല. എന്ന് ഒരുപാട് സ്ട്രീറ്റുകളുണ്ട് ഇതിനുള്ളിൽ. എന്നാലും കുറച്ചുകൂടെ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് അങ്ങോട്ടും കൂടെ കറങ്ങി നടന്നിട്ട് നമുക്ക് തിരിച്ചു പോകാം. കാരണം ഇനി പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് ഇവിടുന്ന് കഴിക്കുന്നില്ല, ഫുഡ് വേറെ എവിടെന്നെങ്കിലും കഴിക്കാം. 2 ദിവസമോ 2-3 ദിവസം കൂടെ പട്ടായാലുണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. പട്ടായയിൽ വരികയാണെങ്കിൽ ബാച്ചിലേഴ്സിന് ഞാൻ പറഞ്ഞു തന്നല്ലോ, സോളോ ട്രിപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്താൽ മതി. 300 ഭാഗത്തിന് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പട്ടായയിൽ ലേഡി ബോയ്സിനെയാണ്. പാൻസിൻ്റെ പോക്കറ്റിലൊക്കെ നമ്മൾ പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളറിയാതെ അടിച്ച് മാറ്റുവാർ. അവർ വളരെ ഡേഞ്ചറസ് ആണ്. വേറൊന്നും പ്രശ്നമില്ല ഇവിടെ. നിങ്ങൾക്ക് 24 hours ലേഡീസ് ആയാലും ജെൻസ് ആയാലും വളരെ സേഫാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. തട്ടി പറയുകയോ പിടിച്ചു പറയുകയോ അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ല. ഒരു പ്രശ്നമില്ല. ആകെയുള്ളൊരു പ്രശ്നം അത് ഈ ബാച്ചിലേഴ്സായിട്ടുള്ള ആൾക്കാർ ഈ ലേഡി ബോയ്സിൻ്റെ അടുത്ത് പോകുന്നതുകൊണ്ടല്ലേ, പോകാണ്ടിരുന്നാൽ പോരെ. ഇത് കണ്ടോ, ഇത് കടലാമകളെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പൈസ കൊടുത്ത് നമുക്ക് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്താം. പാവം, എത്ര ആമകളാണ് ഉള്ളത്. ഒരു പാവം ജീവിയാണ് ഈ ആമ. ഇതിൻ്റെ വലിയതുണ്ട് ഇന്തോനേഷ്യയിൽ. ഞാൻ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതത്ര വലിപ്പമില്ല, എന്നാലും വലുത് തന്നെയാണ്. ഇവിടെ ഒരു ആടുണ്ട്, കാണിച്ചു തരാം. ഈ മുയലുകൾ കണ്ടോ, ഇവിടെ അപ്പുറത്തെ കൂട്ടിൽ കുറച്ച് ആമ നോക്ക്. ആഹാ, നല്ല വൃത്തിയുണ്ട് ആമ. തൊട്ടടുത്തുണ്ടോ മുയൽ. ഈ മുയൽ എന്തൊരു പാവം ജീവി അല്ലേ.
ഇതിനെ പിടിച്ചിട്ട് കൊല്ലുകയും ചെയ്യും. എന്നിട്ട് തിന്നു. ഞാനും കഴിച്ചിട്ടുണ്ട്, ഇറച്ചി മീറ്റ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ കൊല്ലുന്നൊന്നും കാണാൻ നമുക്ക് പറ്റില്ല. കാരണം ഒരു ക്യൂട്ടല്ലേ. ഇവിടെ ഒരു ആടുണ്ട്. ഞാൻ കുറേ സമയം ഇതിൻ്റെ കൂടെ കളിച്ചതാണ്. ഞാൻ ഇവിടെ ഇതിനു മുമ്പ് വന്നപ്പോഴും ഞാൻ ഈ ആട്ടിനെ കാണാൻ വേണ്ടി വരുമായിരുന്നു. ഈ ആട് വളരെ, ഇവരെ അതിനെ വിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ വളർത്തുന്നതാണോ എന്താണ് ശരിക്കും മനസ്സിലായത്. ഞാൻ പല പ്രാവശ്യം വന്നപ്പോൾ ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഈ ആട്ടിൻ്റെ കണ്ണുകളും ഇത് ആ നോക്കുന്നതൊക്കെ ആ കുണുങ്ങി ഒരു നോട്ടമുണ്ട് ഇതിന്. എന്നല്ലേ, അതിന് പാവം കെട്ടിയിട്ടിരിക്കുക. അതിന് ഇങ്ങോട്ട് വന്ന് കളിക്കണം എന്നൊക്കെ ഉണ്ട്.